ഗവൺമെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് കാലകൂട്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അത് ഫലം കണ്ടു എന്നാണ് ഇന്ന് ഞങ്ങളിവിടെ വന്ന് പരിശോധിപ്പിക്കേണ്ടത്. ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും അതുപോലെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ പ്രമുഖരും ഗവൺമെന്റ് എല്ലാ മിഷണറികളും ഒരു ടീമായി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 2000-ൽ പരം വനിതാ പോലീസുകാരെ വിന്യസിച്ചു. ആവശ്യത്തിനുള്ള പുരുഷ പോലീസും 400-ൽ പരം നമ്മുടെ അഗ്നിശമന സേനാ അംഗങ്ങളുണ്ട്, വനിതകൾ, അവരുടെ വണ്ടികൾ, അതോടൊപ്പം തന്നെ അത് മുട്ടിന് സൗകര്യങ്ങൾ, പിന്നെ എക്സൈസ്, അതുകൂടാതെ KSRTC ആവശ്യമായ സർവീസുകൾ ഒരുക്കിയിരിക്കുന്നു. 18ഓളം റെയിൽവേ സർവീസ്, ഇത് കൂടാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആംബുലൻസ് സർവീസുകളും ക്ലിനിക്കുകളും ആരംഭിച്ചു. വാട്ടർ അതോറിറ്റി ഒരു 1500-ൽ പരം ടാപ്പ് കുടിവെള്ളം എത്തിക്കാനുള്ളതാക്കി. ലീഗൽ മെട്രോളജിയും അതുപോലെ ഫുഡ് സേഫ്റ്റി വിങ്ങും നന്നായി പ്രവർത്തിച്ചു തുടങ്ങി. ഇങ്ങനെ ഗവൺമെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കുറ്റമറ്റ രൂപത്തിൽ പൊങ്കാല മഹോത്സവം നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് എത്രത്തോളം ഞങ്ങൾ എടുത്ത തീരുമാനം നടപ്പായി എന്ന് പരിശോധിക്കാൻ കൂടിയാണ് വീണ്ടും ഞങ്ങൾ രാത്രി ഇറങ്ങിയത്. എല്ലാ സ്ഥലത്തും ഇല്ല, ഇപ്പോൾ പുതിയതായി പറഞ്ഞിട്ടുള്ള പോലീസ് കുറെ കൂടി ജാഗ്രത. മഴ വല്ലതും വന്നാലും ഇതുവരെ കുഴപ്പമില്ല, വല്ലതും വന്നാൽ ഈ പാവങ്ങൾ നനയാതെയും ബഹളം വെക്കാതെയും ചെളി വന്നാൽ നിൽക്കത്തക്ക രൂപത്തിലും ഒക്കെ ഒരു സൗകര്യം ശ്രദ്ധിക്കണം. അതിനുള്ളൊരു സാഹചര്യം കൂടി മുൻകൂട്ടി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയ്ക്ക് കാര്യങ്ങൾ, ബാക്കിയുള്ള എല്ലാ ക്രമീകരണങ്ങൾ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു. ഞാൻ മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ്. അപ്പൊ ഇവിടെ തന്നെ 3 ദിവസം മുമ്പ് ഒരു മോഷണം നടന്നു, കൃത്യമായി പിടിക്കാൻ കഴിഞ്ഞല്ലോ. നല്ല ജാഗ്രത CCTV വെച്ചിട്ടുണ്ട്, അത് പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്രത്തോളം ജാഗ്രതയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത്. ഈ പ്രശ്നം കുറ്റമറ്റ രൂപത്തിൽ ഒരു പൊങ്കാല മഹോത്സവം ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുവീക്ഷണം. അത് ഉറപ്പാക്കി കഴിഞ്ഞു. ഇല്ല, പൊതുവിൽ ഇപ്പോൾ ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലിന്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ വരികയാണ്. അപ്പൊ അത് ക്രമീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചിട്ടുണ്ട്, മന്ത്രിമാർ യോഗം വിളിച്ചു. ഇന്നിപ്പോ അവസാന റൗണ്ട് യോഗം 2 മന്ത്രിമാർ ചേർന്ന് നടത്തുകയുണ്ടായി. അപ്പോൾ വരുന്ന മുഴുവൻ ആളുകൾക്കും ദർശനം ഉറപ്പാക്കാനും പൊങ്കാലയിട്ട് മടങ്ങാനുമുള്ള സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ ആയാലും KSRTC ആയാലും ഇനി മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, വാട്ടർ അതോറിറ്റി, പോലീസ്, ഫയർഫോഴ്സ്, നഗരസഭ, എല്ലാത്തിന്റെയും ഏകോപനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നത് 20-25 ലക്ഷം പേര് വന്നാൽ പോലും കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തെങ്കിലും അത്യാഹിതം വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. പോലീസ് തന്നെ ഏതാണ്ട് 65-ലധികം വരുന്ന CCTV ക്യാമറകൾ, വനിതാ പോലീസ്, മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവൺമെന്റ് സംവിധാനത്തെ പ്രയോജനപ്പെടുത്തി എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ അതെ അല്ല, തീർച്ചയായും ഇപ്പൊ ടൈലുകൾ പാകിയെടുത്തും ടാർ ചെയ്തെടുത്തും ഒക്കെ അത്യാവശ്യം മണ്ണ് ഇട്ട് പൊങ്കാല ഇടണം, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം. സർക്കാരിന്റെ പണം ഇല്ലാതാക്കാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവരുടെയും ഭാഗത്തുണ്ടാവണം.